പൊന്നാനിയുടെ ടൂറിസം മേഖലയിൽ പുതിയ ചുവടുവയ്പുമായി പൊന്നാനി താലൂക്ക് ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. താലൂക്കിലെ ഏക ടൂറിസം സൊസൈറ്റിയുടെ പ്രഥമ വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് പിടാവന്നൂരിൽ നടന്നു. ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ സൊസൈറ്റിയുടെ ഡയറക്ടർ സുമേഷ് പിടാവന്നൂർ സ്വാഗതം പറഞ്ഞു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പ്രബിൻ എൻ.ആർ. അധ്യക്ഷത വഹിച്ചു. പൊന്നാനി താലൂക്ക് ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ടൂറിസം മേഖലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരണിപ്പുഴയിലും ഒരു പ്രോജക്റ്റ് അടുത്ത ദിവസം തന്നെ വരും എന്ന് പത്രത്തിൽ കണ്ടു. അതിനൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ സഹകരണ മേഖലയിലെ ഒരു സൊസൈറ്റി ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ഈ കാണുന്ന പ്രവീണും അതുപോലെ സുമേഷേട്ടനും ഉപ്പാരേട്ടനും സൗമ്യയൊക്കെ കൂടി ചേർന്ന് രൂപീകരിക്കേണ്ടത്. പിന്നെ കൊറോണ സമയത്ത് ടൂറിസത്തിൻ്റെ സാധ്യതകൾ കുറവായിരുന്നില്ല, യാത്ര കുറവായിരുന്നില്ല. പിന്നെ ഒന്ന് പതുക്കെയായി. പിന്നെ പ്രോജക്റ്റുകളൊക്കെ കൊടുത്ത് അംഗീകാരം കിട്ടി. ഇപ്പോൾ ചെറുതായി അത് തുടക്കം കുറിക്കുകയാണ്. ഈ സൊസൈറ്റിക്ക് ഇത് കൂടാതെ തന്നെ കുറേ പ്രോജക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് മാസം 1000 രൂപ അടച്ച് 5 കൊല്ലത്തെ ഒരു ടൂറിസം പ്രോജക്റ്റ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചങ്ങനകുളത്തിൻ്റെ ഓഫീസിൽ വന്ന് മനസ്സിലാക്കാം. ഇവിടെ തന്നെയുള്ള പ്രവർത്തകരെ കണ്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ കണ്ട് അതിൽ ചേരാനും സാധിക്കും. നല്ലൊരു സഹകരണ വകുപ്പും ടൂർ ഫണ്ടും അംഗീകരിച്ച പ്രോജക്റ്റാണ്. അത് വളരെ നല്ല രീതിയിൽ അതൊരു സാധാരണ ആളുകൾക്ക് യാത്രാ അനുഭവം, അതുപോലെ തന്നെ യാത്ര പോകാനുള്ളൊരു അവസരം ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ആളുകൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും നമ്മൾ ചെറിയ ചെറിയ തുക സമ്പാദിച്ചു വെച്ച് ഇന്ത്യക്ക് ഭാഗത്തും പുറത്തും ഒരു യാത്ര സംഘടിപ്പിക്കാൻ കുടുംബസമേതം കഴിയുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ഉപയോഗപ്പെടുത്തണം. 1000-ഓളം ആളുകൾ അതിൽ ചേരാൻ കഴിയും. തുടർന്ന് ആദ്യ വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സൊസൈറ്റി പ്രസിഡന്റ് കെ സദാനന്ദൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രബിൻ എൻ.ആറിന് പതാക കൈമാറി. ആദ്യ വിനോദയാത്രയിൽ 50-ൽ പരം പേരാണ് പങ്കെടുക്കുന്നത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിന് ടൂർ കോർഡിനേറ്റർ പ്രഷിത പി.എസ്, പുഷ്പാകരൻ എ.വി, ബാലൻ കെ, രഞ്ജു സുമേഷ് തുടങ്ങിയവരും വിനോദയാത്രയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പരിപാടിക്ക് സൗമ്യ അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി. പ്രഥമ വിനോദയാത്ര ഊട്ടിയിലേക്കാണ്. പൊന്നാനി താലൂക്കിൽ ടൂറിസം മേഖലയിൽ ഒരുപാട് പ്രൊജക്ടുകൾ നടക്കുന്നുണ്ടെന്നും ഇതിനായി സഹകരണ മേഖലയിൽ സൊസൈറ്റി രൂപീകരിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സദാനന്ദൻ പറഞ്ഞു. സാധാരണക്കാർക്കും വിനോദയാത്രയ്ക്കുള്ള സംവിധാനം സൊസൈറ്റി ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NCV ന്യൂസ്, ചങ്ങരംകുളം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.